ഒരു മഹാവിജയം അല്ലെങ്കിൽ ഒരു മഹാസന്തോഷം എന്ന് പറയുന്ന രീതിയിൽ തുടരും, അടയാളപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ വിജയങ്ങൾ എന്തായാലും അദ്ദേഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അതുപോലത്തെ വലിയ വിജയങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം അതിപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതിൽ സന്തോഷമുണ്ട്. അത് താൽക്കാലികമാണ്. കളർഫുൾ കാലമായി തുടരും. ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവിടെ എന്താണ് മൊത്തത്തിലൊരു ഇല്ലില്ല, മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളോടൊപ്പം നമ്മളും ചേരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓറ നമ്മളിലേക്കൊക്കെ വരുന്നതാണ്. അല്ലാണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു കഥ മനസ്സിൽ വരിക, അത് അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യുക. അപ്പോൾ ലാൽ സാർ എന്ന് പറഞ്ഞ ആൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും, നമ്മളൊരു ഷോട്ടോ ഒരു പെർഫോമൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി അതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ലാൽ സാർ ചെയ്യുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ തുടരിലുണ്ട്. അത് തന്നെയാണ് ബാക്കിയുള്ള നടന്മാരിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു സംവിധായകൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്യാം ലാൽ സാർ, ഇങ്ങനെ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പക്ഷേ ലാൽ സാർ അത് ചെയ്യുമ്പോൾ സംവിധായകൻ കണ്ടതിനേക്കാൾ 10 ഇരട്ടിയോളം മേളിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. മോഹൻലാൽ തരുമൂർത്തി ഹിറ്റ് കോമ്പോ ഇനി ഉടനെ എങ്ങനെ പ്രതീക്ഷിക്കണോ? ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു പ്രോപ്പർ സ്ഥലത്തേക്ക് വന്ന് ഞങ്ങളാരും ഒരേ പേജിലൊന്നും വീണ്ടില്ല. കഥകൾക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ചില കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിങ്ങിലോട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇല്ല, ഇപ്പം നിലവിൽ തുടരുന്നുണ്ട്. രണ്ടാം ഭാഗത്തിനെ പറ്റിയൊന്നും പ്ലാനില്ല. അതങ്ങനെ ഒറ്റ സിനിമയായിട്ട് തന്നെ ഇരിക്കട്ടെ. താങ്ക് യു. പോട്ടെ.